വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഒരു ഡാറ്റ ഫ്ലോ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വൺസ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഫേക്ക് അല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലേ എന്നുള്ളത് വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അത് ഹെൽത്ത് അതോറിറ്റി, ദുബായിലെ ഹെൽത്ത് അതോറിറ്റി, അത് MOH ആയിക്കോട്ടെ, DOH ആയിക്കോട്ടെ, DH ആയിക്കോട്ടെ, അതോറിറ്റി ഡാറ്റ ഫ്ലോ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്ത് നമുക്ക് വരുന്നത്. അപ്പോൾ വൺസ് അവർക്കത് നമ്മൾ വൺസ് അത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതെല്ലാം സർട്ടിഫിക്കറ്റ് ആണോ വെച്ചിട്ടുള്ളത് അതിലേക്കൊക്കെ എൻക്വയറി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള മെയിൽ IDസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ വൺസ് ഡാറ്റ ഫ്ലോ കമ്പനി ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വെക്കുന്നു, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അപ്പോൾ എൻക്വയറി പോകുന്നത് നമ്മൾ പഠിച്ച കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് എൻക്വയറി പോകുന്നത്. വൺസ് ഇപ്പോൾ അവിടെ പോയിട്ട് എൻക്വയറി എടുക്കുന്നു, ഇങ്ങനെ ഒരു സ്റ്റുഡൻറ് ഇവിടെ പഠിച്ചിട്ടുണ്ടോ, ഇന്നതാണ് ഈ ഇയറിൽ പാസ് ഔട്ട് ആയത്, ആ കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു. അത് എങ്ങനെ എൻക്വയറി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ, മാക്സിമം യൂഷ്വലി മെയിൽ ത്രൂ ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ തന്നെയാണ്. ഏത് ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ എല്ലാ എക്സ്പീരിയൻസ് വെച്ചിടത്തേക്കും വിളിക്കും. ഇപ്പോൾ നമ്മൾ 2-3 സ്ഥലത്താണ് നമുക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടെ എല്ലാം എൻക്വയറിക്ക് വിളി പോകും. വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ത്രൂ വരും, അവരന്വേഷിക്കും, അവർക്കത് റെസ്പോണ്ട് കിട്ടുന്നവരെ അവരത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫൈനൽ റിപ്പോർട്ട് വരുള്ളൂ. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെന്യൂൻ ആയിട്ട് എന്ത് ചെയ്യുക, ഫേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും സബ്മിറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ബാംഗ്ലൂരിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതായത് ഇപ്പോൾ ചില കോളേജൊക്കെ ചിലപ്പം വിളിച്ചാൽ കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക, കൊടുക്കുക. വിളിച്ചാൽ കിട്ടുന്ന പോലത്തെ കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ വൺസ് ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു എൻഷുർ ഇല്ല, ഇപ്പോൾ ആ കോളേജ് വിളിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ കുറേ വർഷം മുന്നെയാണ് പഠിച്ചിറങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവരെ വിളിച്ച് റിമൈൻഡ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഞാൻ ഓൾറെഡി ഡാറ്റ ഫ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, എൻക്വയറി വരും എന്നുള്ള കാര്യം അവരോട് വിളിച്ച് പറയാം. മേ ബി ചിലപ്പോൾ പ്രിൻസിപ്പൾ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ കോളേജ് മൊത്തത്തിൽ തന്നെ എല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പഴയ ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡാറ്റ ഫ്ലോ പോസിറ്റീവ് എന്ന് പറയുന്നത് കിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യണതിന് മുന്നേ ആയിട്ട് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഓർ ഡിപ്ലോമ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, BLS വേണം, നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ പാസ്പോർട്ട് വേണം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുകയാണെങ്കിൽ അതും വേണം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഫ്ലോക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ കോളേജിലേക്ക് മാത്രമേ എൻക്വയറി പോകുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞത്, അതായത് നമ്മുടെ ഡിപ്ലോമ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തോ അതിലെല്ലാം എൻക്വയറിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് റെഡിയാക്കേണ്ടത്. അപ്പോൾ വൺസ് ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ പോസിറ്റീവ് അല്ല നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പോൾ നെഗറ്റീവ് ചിലവർക്ക് ചില സമയങ്ങളിൽ
അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ ചില സമയങ്ങളിൽ നെഗറ്റീവ് റിപ്പോർട്ടും വരാറുണ്ട്. അതിന് നമ്മൾ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടായ ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഒരു റെസ്പോണ്ടോ കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഒരു വർക്കിംഗ് ഡേ 10 to 35 ഡേയ്സിൻ്റെ ഉള്ളിലാണ് സാധാരണ ഒരു ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അവരത് എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജിൽ നിന്നോ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ നിന്നോ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് തന്നെ റെസ്പോണ്ടും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഇപ്പോൾ ഒരു 35 ഡേയ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വിത്തിൻ 2 വീക്സോ 1 വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാറുണ്ട്. മാക്സിമം ടു വീക്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഡിപ്പെൻഡ് ഓൺ എന്ത് ചെയ്തിരിക്കും, നമ്മുടെ കോളേജും നമ്മുടെ എന്ത് ചെയ്യുന്നത് പഠിച്ച യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിലും എന്നുള്ള റെസ്പോണ്ടിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ വൺസ് ഇപ്പോൾ നെഗറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആരും പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല. നമുക്കതിന് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് റീ അപ്ലൈ എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് എന്താണ് റീസൺ എന്നുള്ളത് കാര്യം ആദ്യം എന്ത് ചെയ്യാതാക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റ് വിളിച്ചിട്ട് വെരിഫിക്കേഷൻ്റെ സമയത്ത് റിജക്റ്റഡ് ആയിട്ടുള്ളതാണോ, വെരിഫിക്കേഷൻ കറക്റ്റ് നടക്കാത്തത് കൊണ്ടാണോ, അല്ല ഫ്രോഡ് ആയതുകൊണ്ടാണോ, സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോളേജിൻ്റെ പേരോ കാര്യങ്ങളോ ഒക്കെ മാറിപ്പോയതുകൊണ്ടാണോ അല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് അത് ഒറിജിനൽ അല്ല എന്നുള്ളൊരു റീസൺ കൊണ്ടാണോ നെഗറ്റീവ് റിപ്പോർട്ട് വന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് ജെന്യൂൻ ആയിട്ട് എന്താക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. കള്ളത്തരം കാണിക്കുന്നവർക്കാണ് പേടിക്കേണ്ടത്. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം പക്കയാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങി നമ്മുടെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു, അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായത് പ്രോപ്പർ ആണെങ്കിൽ ഒരു പേടിക്കാനില്ല. നെഗറ്റീവ് റിപ്പോർട്ട് വന്നതിന് നമുക്ക് റീസബ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്താണ് റീസൺ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും റീ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയുക, ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ വന്നു, അവിടുന്ന് ഒരു റെസ്പോണ്ട് ഉണ്ടാവാത്തതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അതായത് എവിടെയാണോ നിങ്ങൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പഠിച്ചെങ്കിൽ അവരെ ഒന്ന് വിളിച്ചിട്ട് റിമൈൻഡ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെ എൻക്വയറി വരും, പ്ലീസ് റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനതൊക്കെ കാരണം കൊണ്ട് ഒന്ന് റെസ്പോണ്ട് അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട്, പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോളേജോ കാര്യങ്ങളോ അല്ല. അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 10-15 വർഷം ആവാറായി. ഇപ്പോൾ ആ കോളേജ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജ് ഇല്ല. ഞാൻ പഠിച്ചിറങ്ങിയ കോളേജ് ഉണ്ട്, പക്ഷെ ആ ഒരു ഇപ്പോൾ ചിലവരൊക്കെ ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കോളേജ് ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. 10-15-20 വർഷമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആ കോളേജ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വിളിക്കുമ്പോൾ എൻക്വയറി വിളിക്കുമ്പോൾ കിട്ടില്ല. പക്ഷെ അതിന് റെസ്പോണ്ട് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് അവിടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, വീണ്ടും റീസബ്മിഷനിൽ ആ ഒരു ഇത് കൊടുക്കുക, റീസൺ കൊടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ കുറേ വർഷം നാൾ മുന്നേ ഒക്കെ പഠിച്ചറിയാം അല്ലെ, അവിടുത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു ഐഡിയോ കാര്യങ്ങളും ഇല്ല. പുതിയ സ്റ്റാഫ് പുതിയ മാനേജ്മെന്റ് ഒക്കെ ആകുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവില്ല. അപ്പോൾ വെരിഫിക്കേഷൻ്റെ സമയത്ത് ചിലപ്പോൾ മെയിൽ അയക്കുമ്പോൾ അവിടുന്ന് റെസ്പോണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് റിമൈൻഡ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെ ഒരു ഞാൻ അവിടുത്തെ സ്റ്റാഫായിരുന്നു, ഇങ്ങനെ ഒരു എൻക്വയറി വരും, പ്ലീസ് അതിന് റെസ്പോണ്ട് ചെയ്യുക, എന്നാലേ എനിക്ക് ഇവിടെ എന്ത് ചെയ്യുക വെരിഫിക്കേഷൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നില്ലെങ്കിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവിടെ ആരെങ്കിലും വിട്ട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ത്രൂ എന്ത് ചെയ്യുക അവിടുത്തെ HR-ലോ അല്ലെങ്കിൽ ആ കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ, അധികം HR-ലേക്കാണ് എക്സ്പീരിയൻസ് ഒക്കെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ HR പേഴ്സണിലായിരിക്കും കോൾ പോകുന്നത്. അപ്പോൾ അവിടെ വിളിച്ചിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക അവരെ അറിയിക്കുക. അതുപോലെ കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് അറിയില്ല, പുതിയ മാനേജ്മെന്റ് പുതിയ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എല്ലാം പുതിയതെല്ലാം മാറിപ്പോയി, അല്ലെങ്കിൽ ആ കോളേജ് തന്നെ മാറിപ്പോയെങ്കിൽ എന്ത് ചെയ്യുക അവിടെ വിളിച്ചിട്ട് ഇങ്ങനെതാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസ് ആ കാര്യങ്ങളാണെന്നുള്ളത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക റീസബ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമുക്ക് ഇപ്പോൾ യൂഷ്വലി നമുക്കൊരു ഡാറ്റ ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു 1000 to 1500 ദിർഹംസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഇപ്പോൾ നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു, പിന്നെ നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ വീണ്ടും എക്സ്ട്രാ ക്യാഷ് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് വന്നു ഓർത്തിട്ട് നമുക്ക് പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇന്നതാക്ക റീസൺ കൊണ്ടും റിജക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഫ്രോഡാന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ
സർട്ടിഫിക്കറ്റ് ഫ്രോഡാന്ന് പറഞ്ഞുള്ള റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മെയിൻ ഒരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ഫുൾ ബാനും കാര്യങ്ങളും പിന്നെ ഫ്യൂച്ചറിലടക്കം നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ളൊരു ഇതാണ് വരുന്നത്. പക്ഷെ അതിലും നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും റീസബ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റീസണും വെക്കുക. എന്തുകൊണ്ട് അവളൊരു ഫ്രോഡ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു, അതായത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിലോ കാര്യങ്ങളോ ഒന്നും അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ അത് പ്രോപ്പറായിട്ട് എന്താണ് റീസൺ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് റീസണും കൂടി വെച്ചിട്ട് അതായത് അതോറിറ്റി യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള അതിനുള്ളൊരു എവിഡൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതും വെച്ചിട്ട് റീസബ്മിഷന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ വൺസ് നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും കൊടുക്കണതിന് മുന്നേ നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വെച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റായി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, കൊടുക്കുക. ഇപ്പോൾ പഠിച്ചിറങ്ങിയവർക്കൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. പക്ഷേ കുറേ നാൾ മുന്നേ ഒരു 10-12 വർഷമൊക്കെ മുന്നേ എക്സ്പീരിയൻസ് എടുത്തിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന് പഠിച്ചിറങ്ങിയവർക്കൊക്കെ ആകുമ്പോഴാണ് ഇഷ്യൂസും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിയെടുത്തോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എടുത്തവിടത്തോ ഒക്കെ എന്ത് ചെയ്യുക, ഓൾറെഡി വിളിച്ച് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മച്ച് മോർ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈസൻസിന്റെ ആദ്യത്തെ ലൈസൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഡാറ്റ ഫ്ലോ എന്നുള്ള പറയുന്ന സംഭവം. അപ്പോൾ അത് ഡാറ്റ ഫ്ലോ പോസിറ്റീവ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എക്സാം എഴുതിയിട്ട് പാസ്സായിട്ട് മാത്രം കാര്യമല്ല. ഇപ്പോൾ എക്സാം എഴുതി പ്രോമട്രി DHO DOHO MOHO ഏതെങ്കിലും എഴുതി ഓക്കെ ഞാൻ എക്സാം പാസ്സായി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് എക്സാം പാസ്സായിട്ട് മാത്രം ലൈസൻസ് ആവില്ല. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഡാറ്റ ഫ്ലോ വെച്ചിട്ട് വേണം നമുക്ക് എന്താക്കാനായിട്ട്, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ എലിജിബിലിറ്റി കിട്ടിയാൽ മാത്രം നമുക്ക് ഇവിടെ ലൈസൻസിലേക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ UAE വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റ് ആണ് ഡാറ്റ ഫ്ലോ എന്നുള്ളത്. അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്കിപ്പോൾ അതായത് ഇപ്പോൾ വിളിച്ചാൽ കിട്ടാത്ത ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിനിക്സോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. എല്ലാവരും അങ്ങനെ റെസ്പോണ്ടോ കാര്യങ്ങളോ ഇല്ല, ഇല്ലെങ്കിൽ ആ ക്ലിനിക്സ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിച്ചിറങ്ങിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മതി കേട്ടോ. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടായിരുന്നു ഡാറ്റ ഫ്ലോ എങ്ങനെയാണ്, ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്നുള്ളതും പിന്നെ വൺസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് വന്നതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.